എന്നാ അമ്മേ നല്ല മണം വരുന്നേ? നല്ല മണം വന്നോ? ആ ഉലുവ വറക്കുമായിരുന്നു, ഉലുവ. അതുകൊണ്ടാല്ലേ അവിടം വരെ മണം വന്നേ? ആ എന്തിനാണെന്നറിയോ? ആ ആ ഉലുവയും ഏലക്കായും ജീരകവും കൂടെ ചൂടാക്കി പൊടിച്ച് കാപ്പിപ്പൊടിക്കകത്ത് ചേർക്കും. അതിനു വേണ്ടിയാണോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാപ്പിപ്പൊടി ചേർത്തെല്ലാം തീർന്നായിരുന്നു. എന്താണ് ഗുണം? നല്ല ടേസ്റ്റാ കാപ്പിക്ക്. ടേസ്റ്റ് മാത്രം? ഇന്നലെ കാപ്പിപ്പൊടി വാങ്ങിച്ചായിരുന്നു ഇതേ. ആ അപ്പോൾ ഇത് ഇങ്ങനെ കുടിക്കുന്നതിലും നല്ലത് നമ്മൾ ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർത്ത് കാപ്പി കുടിച്ചാൽ കാപ്പിക്ക് നല്ല ടേസ്റ്റാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ ഉലുവ ചൂടായി കഴിയുമ്പോൾ ഉലുവ പൊട്ടും. ആ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഏലക്കായും ജീരകവും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലോട്ട് പൊടിച്ചിട്ട് അതിനകത്ത് ഇളക്കി എടുക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ പൊട്ടിച്ച് നമ്മൾ പൊടിച്ച് വെച്ച മിക്സൊക്കെ അതിനകത്തോട്ടൊന്ന് ഇട്ട് ഇളക്കി എടുത്ത് വെക്കാം. നിറച്ചുണ്ട് കവറിനകത്തെ. 1 കിലോ കാപ്പിപ്പൊടിയാണ്. നമുക്ക് പേപ്പറിനകത്തോട്ട് ഉടഞ്ഞിടാം. കട്ടയായിട്ടിരിക്കുന്നു. മതിയായിരിക്കും അല്ലേ? മതി മതി. നമുക്കിതിനകത്തോട്ടേ പൊടിച്ച് വെച്ചെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉലുവാപ്പൊടി ഇടുമ്പോഴുണ്ടല്ലോ കാപ്പിക്ക് പെട്ടെന്ന് നല്ല കടുപ്പം കിട്ടും. മതി ഇത്തരത്തിന്. സാധാരണ നമ്മൾ പൊടി ഇടുന്ന അത്രയും പൊടി ഇടണ്ട, ഉലുവാപ്പൊടി ഇട്ട പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ കാപ്പിപ്പൊടി എല്ലാം സെറ്റായിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതിനുള്ള ടിന്നായിരുന്നു കേട്ടോ. നമ്മൾ അളന്നൊന്നും എടുത്തതല്ല. എന്നിട്ട് കറക്റ്റ്. കറക്റ്റ് അതെപ്പോഴും എപ്പോഴും എടുത്തെടുത്ത് ശീലമായതാണോ? നമുക്കിത് അടച്ചു വെക്കാം. ബാക്കി നമ്മൾ പൊടിച്ച പൊടിയുണ്ടല്ലോ ഉലുവയെല്ലാം കൂടെ, അത് ഇതിനകത്ത് ഇട്ടങ്ങ് വെക്കാം. എന്നിട്ട് നമ്മളിനി എടുക്കുമ്പോൾ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നല്ല ഐഡിയ കേട്ടോ. മതിയായോ? സാമ്പാറിനാ ബാക്കി വെച്ചത്. ഒരു ഇഡ്ഡലിയും കൂടെ തരട്ടെ? ഏത്തക്ക പുഴുങ്ങിയതാണോ? 4-5 ഇഡ്ഡലിയോ? പിന്നെ 2 പ്രാവശ്യം എണ്ണണം. 2 പ്രാവശ്യം എണ്ണേണ്ടി വരുമായിരിക്കും അല്ലേ? ഇതെന്നതാ കുഞ്ഞി ഇപ്പോഴും ഇരുന്നോണ്ട് ഈ എഴുതുന്നേ? എംപോസിഷൻ. അതിനാ കുഞ്ഞിക്ക് എംപോസിഷൻ ഒന്നും കിട്ടാത്തതാണല്ലോ. അത് ഞാൻ ആൻസർ പറഞ്ഞിട്ട് സാറ് എംപോസിഷൻ തന്നു. ആൻസർ പറഞ്ഞിട്ടും തന്നോ? എല്ലാ പിള്ളേർക്കും ഉണ്ടോ? അപ്പോൾ എല്ലാ പിള്ളേരും പഠിക്കാൻ വരുന്നതല്ലേ? എല്ലാരും തെറ്റിച്ചാണോ പറഞ്ഞേ? ഞാൻ ആൻസർ ആണ് പറഞ്ഞേ. എന്നിട്ട് പക്ഷെ എംപോസിഷൻ എഴുതാൻ പറഞ്ഞു. അടിയും കൂടെ കിട്ടിയോ? അടിയും കിട്ടിയോ? അപ്പൊ ഉത്തരം പറഞ്ഞാലും സാർ അടിക്കുവോ? അടിക്കും. മച്ചി എനിക്ക് കൊണ്ടുപോകാൻ. ചോറ് എടുക്കുവോ? സാമ്പാർ. ഇനി എന്നാ കറി? ഇനി വേണ്ടത് കുഞ്ഞിക്ക് വത്തലമുളക് അരച്ചത് വേണോ? വെച്ചോ. എന്നാ മാങ്ങ അച്ചാർ. ഇനി മുളക് അരച്ചതും കൂടെ വെക്കട്ടെ? വെച്ചോ. നല്ല വത്തലമുളകേ നല്ല സൂപ്പറായിട്ട് അരച്ച്. ഇതാ ടേസ്റ്റ്. ഉച്ചക്ക് ചോറിനകത്തിട്ട് ഇളക്കി തിന്നാൻ നല്ല ടേസ്റ്റാ. ഇത്രയല്ലേ ഉള്ളൂ? ഒത്തിരി വെക്കണോ മുളക്? കൂട്ടുകാർ കൂട്ടുവോ? അവര് കൂട്ടും. അത് മതി. പോരെ? വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വേണോ? വേണ്ട വേണ്ട വേണ്ട, മതി മതി. ഇപ്പം ഇത് മതിയോ? നീ എന്നാ കഴിക്കാറായോ? കുളിച്ചില്ലല്ലോ? കുളിക്കാൻ പോവാ. പൊതിഞ്ഞു തരാവേ. നമ്മളെ കുറച്ച് ദിവസമായി സോയാബോൾ കറി വെച്ചിട്ട്. എല്ലാ കുഞ്ഞി ഇടയ്ക്കിടയ്ക്ക് സോയാബോൾ കറി വേണമെന്ന് പറയുന്നായിരുന്നു. ഇത് കുഞ്ഞ് മറന്നുപോയെന്ന് തോന്നുന്നു. ഞാനങ്ങ് മറന്നുപോയി സോയാബോൾ ഇരിക്കുന്ന കാര്യം. നമുക്കിത് വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കാവേ. ഫ്രൈ നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതുവരെ വേണം കുഞ്ഞ്. നാളെ സ്കൂളിൽ കൊണ്ടുപോകാനും കൂടെ ഉള്ളത് നമുക്ക് ഉണ്ടാക്കിയേക്കാം അല്ലേ? ഉണ്ടാക്കിക്കോ. നല്ല ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്കൂളിൽ കൊണ്ടുപോകാനും കൂടെ. ഇല്ല കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതായിരുന്നേ. ഞാനേ കിഴങ്ങ് വന്നപ്പോഴത്തേക്കും എൻ്റെ മെയിൻ സാധനം കിഴങ്ങ് സോയാബീനും അല്ലേ. കിഴങ്ങ് വന്നപ്പോഴത്തേന് നിങ്ങൾ ഈയിടെ ആയിട്ട് എന്നും കിഴങ്ങ് ഉണ്ടാക്കത്തില്ലേ? അതുകൊണ്ട് ഇത് മറന്നുപോയോ? അതുകൊണ്ട് മറന്നുപോയി. മതിയായിരിക്കും. മതിയായിരിക്കും. ഇനി നമുക്കിതൊന്ന്
2-3 വട്ടം കഴുകാം. ഓക്കെ. നന്നായിട്ട് കഴുകിയെടുത്തേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. ഞാൻ ഓർത്ത് അതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാന്ന്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഏ? ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഒന്ന് മൂടി വെക്കാവേ. ഓക്കെ. 5 മിനിറ്റ് അത് അവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് ചേർക്കാനുള്ള ബാക്കി സാധനങ്ങൾ എടുക്കാം. മസാല, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, അതെല്ലാം കൂടെ എടുക്കാം. ഓക്കെ. അതിരിക്കട്ടെ. നമ്മുടെ കറിക്കുള്ള സാധനങ്ങളെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. സോയാബീന്, സവോള, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല. പേര് മാറിപ്പോയി കേട്ടോ, സോയാ ചങ്ക്സ്. പേര് പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയി. പിന്നെ കടുകോ? കടുക്. എണ്ണ ചൂടായി. കടുക് ഇട്ട് കൊടുക്കാം. ചൂടായി തോന്നല്ലേ? നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടിയപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടെ പൊടികളെല്ലാം കൂടി ഒന്നിട്ട് ഇളക്കിയെടുക്കാം. പൊടിയെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായോ? ചൂടായി. ഇതിലോട്ട് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് വഴലുമ്പോഴത്തേന് സോയാബീൻ ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ. എനിക്ക് ഈ സോയാബീൻ തിന്നാൻ തോന്നുന്നു, ഇങ്ങനെ പച്ചക്ക് തിന്നാൻ കൊള്ളുമല്ലായിരിക്കും. കൊള്ളത്തില്ല. നമ്മുടെ സോയ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ 2 പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഇതോട്ടിട്ട് കൊടുക്കാം. ഇതേ വെള്ളത്തിനകത്തുനിന്ന് ഞാൻ പിഴിഞ്ഞല്ല കേട്ടോ എടുത്തത്, പിഴിയാതെ എടുത്തത്. എനിക്കത് പച്ചക്ക് വന്നിട്ട് തിന്നാൻ തോന്നുന്നു, പക്ഷെ തിന്നല്ലേ. പച്ചക്ക് തിന്നാൻ കൊള്ളുവരാ. കൊള്ളത്തില്ല. പെട്ടെന്നായിരുന്നെ കുറച്ച് തിന്നായിരുന്നു. ഇപ്പൊ തന്നെ ആവും. ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ശക്കല വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒറ്റ ബിസിലടുപ്പിക്കും. അന്നേരം ആവൂ. എന്നിട്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അത് പിന്നെ കാണിക്കാവേ. എന്തിനാ കുഞ്ഞെ നമ്മുടെ വീട്ടിലുള്ള മനുഷ്യരെല്ലാം TV കാണല് അങ്ങനെയൊക്കെ അങ്ങ് പോവാ. ചേട്ടാച്ചൻ മേളിൽ പഠിക്കാൻ പോയിട്ട് പഠിക്കുവാണോ? ഒന്ന് പോയി നോക്കിയിട്ട് വന്നേ. എനിക്ക് പേടിയാ, തന്നെ പോണ്ടേ. അവൻ അവിടെ ഉണ്ടല്ലോ, തന്നെയല്ലല്ലോ. അച്ഛ വന്നു, കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പ വാങ്ങിച്ചോണ്ട് വന്നു, അച്ഛൻ വന്നു. പൂർണ്ണചന്ദ്രനാണോ? അല്ല, ഇന്നിപ്പം ഇതായോ, മാവായോ? വെളുത്ത മാവ് ഒന്നും അറിയത്തില്ല. നല്ല റൗണ്ടിലുണ്ട്. സാറാമ്മയുടെ കപ്പയാണോ? നല്ല അടിപൊളി കപ്പ ഉണ്ടോ? സാറാമ്മയുടെ കപ്പ തീർന്നു. സാറാമ്മ ഇന്ന് എനിക്ക് വേണ്ടി പറിച്ച് അവിടെ വെച്ചിട്ട് പറഞ്ഞു വിട്ടു. ഇത് അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, 2 പ്രാവശ്യം പറിച്ച് വെച്ചിട്ട് വിളിച്ചു, അന്നേരം ഒന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞു. വേറെ ആർക്കും ഒക്കെ കൊടുത്തു വിട്ടെന്നൊക്കെ പറഞ്ഞു. ഇത് ലാസ്റ്റാ, ഇന്ന് വേണേ വന്ന് എടുത്തോളൂന്ന് പറഞ്ഞു. തീർന്നോ? തീർന്നു. തേങ്ങാക്കൊത്ത് മാത്രമേ ഏറ്റവും ലാസ്റ്റ് അരിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ കുറച്ച് തേങ്ങാക്കള്ളന്മാരുണ്ട്. ഞാൻ ഇപ്പൊ ഒരെണ്ണം ചോദിച്ചെന്നേ, അമ്മ ഒരെണ്ണേ തന്നുള്ളൂ, തുള്ളി. പിന്നെ ഞാനിത് അരിഞ്ഞു വെക്കും, നിങ്ങൾ വാരിക്കൊണ്ട് പോകും. ഇതെന്നാത്തിനാ, ഫ്രൈക്കുള്ളതാണോ? തേങ്ങാക്കൊത്ത്, കരിയാപ്പില, പത്തനമുളക്. കണ്ടോണം ഇപ്പൊ ഇവിടെ പോന്നു. നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് എണ്ണയ്ക്കകത്തോട്ട് വറക്കാവേ. ഇടയ്ക്കൂടെ ഒരു കൈ വരുന്നുണ്ടല്ലോ. വന്നതാണോ എന്തോ അറിയത്തില്ല. കാക്ക കൊത്തിക്കൊണ്ട് പോകുന്ന പോലെയാ. അത് വറുത്ത് കഴിഞ്ഞിട്ടാണോ ഇതിടുന്നത്? ഇതൊന്നും നോക്കട്ടെ, മൂത്ത് കഴിയുമ്പോൾ അതിടാം. കുഞ്ഞി ഓടിക്കോ. തേങ്ങാക്കൊത്തൊക്കെ മൂത്തിന് നമുക്ക് പത്തലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഓടി. നമുക്കിതിനകത്തോട്ടേ നമ്മൾ വേവിച്ച് വെച്ച സോയയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. എല്ലാം കൊഴിച്ചു കൊടുക്കാല്ലേ? ശകല വെള്ളം ഞാൻ ഒഴിച്ചുള്ളൂ ഇതിനകത്ത്. പിഴിഞ്ഞെടുക്കാത്തത് കൊണ്ട് വെള്ളം ഉണ്ടായിരുന്നു. എല്ലാം കൊഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇളക്കി ഫ്രൈ ആക്കാൻ ചിക്കൻ കറി വെക്കുന്ന പോലെ അല്ലേ? എന്നിട്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ തൂളി കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഇനി നമുക്ക് ചോറുണ്ടാലോ? ചോറിന്റെ കുഞ്ഞ് സീരിയൽ കഴിഞ്ഞെങ്കിൽ അച്ഛമ്മച്ചീനെ ഉച്ചയൊക്കെ പോയി വിളിച്ചോണ്ട് പോവാ. അപ്പോഴേക്കും നമുക്ക് 2 ഓംലേറ്റ് കൂടെ അടിക്കാം. അത് അടിച്ചേക്കാം. ഓ എന്തൊരു സന്തോഷം അത് കേട്ടപ്പോ. അത് ഞാൻ ചുമ്മാ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാ. അതെ, ഇത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇനി ഇപ്പഴാ കണ്ടേ. അത് ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ വിതറാനുള്ളതാ. അതെ, വിശ്വസനീയം. വിളിച്ചോണ്ട് പോവാ. എന്നാ സെറ്റ് ആയിക്കോ, കഴിച്ചേക്കാം. ദേ ഓരോന്ന് വിളമ്പുന്നുണ്ട്. അടുത്തതാവുന്നു, അടുത്ത അടിക്കുന്നു, പിന്നെ ഒരെണ്ണം വിളമ്പി, ഇത് വെച്ചു. ഇനി എല്ലാരെയും വിളിക്കണം. എല്ലാം അതാണ് ഏറ്റവും പാടുള്ള പണി. അതെ അതെ, എല്ലാരും ഒന്ന് വിളിച്ച് കണ്ടോ ഇരിക്കുന്നേ, പോയി വിളിച്ചോണ്ട് വന്നേ. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചെന്നറിയോ? അതെ 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 അതെ. കുഞ്ഞിയുടെ ബീഫ് കണ്ടാലും പറയും. വെജിറ്റേറിയൻ ബീഫ് ഫ്രൈ, തേങ്ങാക്കൊത്തിട്ട ഫ്രൈ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കൂ. അമ്മയാണ് ഉണ്ടാക്കിയതെങ്കിലും ഞാൻ ചോദിക്കാം. കപ്പ വേണോ? കപ്പ നീ കപ്പ ഉണ്ടോ? പ്രോട്ടീൻ ഉണ്ടോ ബോബി? സോയക്കകത്ത് പ്രോട്ടീൻ ഉണ്ടോ? ഞാൻ ഡയറ്റ് നിർത്തിയതൊന്നും അല്ല, ഒരു ബ്രേക്ക് എടുത്തതാ. അതെ അതെ അതെ, അടുപ്പിച്ച് 4 ദിവസം ചിക്കൻ കഴിച്ചത് നിർത്തിയതാ. നിർത്തിയതൊന്നും അല്ല, ഞാൻ ഒരു ബ്രേക്ക് എടുത്തതാ. നീ പോയില്ലേ? ബ്രേക്ക് എടുത്താ. പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക് ആയിരുന്നു. രാവിലത്തെ സാമ്പാറും ഓംലേറ്റും സോയ ഫ്രൈയും. രാവിലത്തെ കപ്പയും. എല്ലാം രാവിലത്തെ. ഇപ്പോഴത്തെ സോയാബോൾ മാത്രമേ ഉള്ളൂ. ഓംലേറ്റ് ഇപ്പോഴത്തെ. ഓംലേറ്റ്. ഓ കുഞ്ഞിക്ക് സന്തോഷമായെന്ന് തോന്നുന്നു.